ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി. മോഹനൻ. പി. മോഹനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് RMP നേതാവ് N. വേണു പ്രതികരിച്ചു. വിധിയെ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്വാഗതം ചെയ്തു. വിധി പകർപ്പ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ പ്രതികരിക്കാമെന്നായിരുന്നു പി. മോഹനന്റെ പ്രതികരണം. വിധി പകർപ്പൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഉചിതം. അല്ലാതെ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഔചിത്യം പൂർണ്ണമായിരിക്കില്ല എന്നാണ് കരുതുന്നത്. വലിയ നിയമയുദ്ധം നടന്ന കേസിൽ നേതാക്കളെ വേട്ടയാടാൻ ശ്രമം നടന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾ തന്നെ ജയിലിലടച്ച ഒരു പകവീട്ടതിന്റെ പ്രശ്നമായിട്ടാണ് പിന്നീട് അതിനെ കൈകാര്യം ചെയ്തത്. അത് ശരിയായ രീതിയിൽ കോടതി കണ്ടിരിക്കുന്നു എന്ന് വേണം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ. നിയമപോരാട്ടം തുടരുമെന്ന് RMP. ഈ വിധിയെ RMP ആയി സ്വാഗതം ചെയ്യുക. ഹൈക്കോടതിക്ക് ഇപ്പോൾ കാണാതായ ഇക്കാര്യം ഉൾപ്പെടെ തെളിയിക്കാൻ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നത് എന്നുള്ള അംഗീകരിക്കാനുള്ള മാന്യത CPIMന്റെ കേരള നേതൃത്വം തയ്യാറാകണം. ഹൈക്കോടതി വിധി കൃത്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ കേസ് നടത്തിപ്പ് വളരെ കൃത്യമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി. ഒരു ദൃക്സാക്ഷിയില്ലാത്ത ഉണ്ടായ കൊലപാതകമാണ്. ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ അഭിമാനം തോന്നാൻ വേറെ എന്താ ഉള്ളത്? അപ്പീൽ പോകാൻ പ്രതികൾക്ക് അവകാശമുണ്ടെന്നായിരുന്നു നിയമമന്ത്രിയുടെ പ്രതികരണം. അതിപ്പോ കോടതിയുടെ വിധിയല്ലേ. പ്രതികളാകുന്ന ആളുകളും വിമുക്തരാകുന്ന ആളുകളും അപ്പീൽ പോകും. അത് അവരുടെ നിയമപരമായ അവകാശം വിനിയോഗിക്കുന്നുള്ളൂ. സർക്കാരിന് അതിനകത്ത് പ്രത്യേകിച്ച് ഇതില്ലല്ലോ. TP വധത്തിൽ CPIM പങ്ക് അടിവരയിടുന്നതാണ് കോടതി വിധിയെന്ന് VD സതീശൻ പ്രസ്താവനയിൽ പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.